Charismatic World by Jiva. Love is the best ingredient. So be in love. Like, share and subscribe. ഇന്നെൻ്റെ കിച്ചണിലെ ഒരു കുഞ്ഞു വൈകുന്നേരമാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇന്ന് പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്ന ഒരു സാമ്പാർ, ഇഡ്ഡലി, ഒരു ചൂട് ചായ. ഇത്രയും തന്നെയാണ് ഹാപ്പി ആവുമല്ലേ. എന്തായാലും ഈ ഒരു വെജിറ്റബിൾ കിറ്റ് തന്നെ നമുക്ക് നാളത്തേക്കുള്ള അവിയലിനുള്ളതും കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. അപ്പോൾ ബാക്കി സാമ്പാറിന് കൊടുക്കാം. സാധാരണ സാമ്പാർ വെക്കുമ്പോൾ എല്ലാവരും ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ സാമ്പാർ പരിപ്പ് വേവിച്ചിട്ട് അതിലേക്കാണ് നമ്മുടെ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾ പീസസൊക്കെ ഇടുക. പക്ഷെ ഞാൻ അങ്ങനെയല്ല, എനിക്ക് പെട്ടെന്ന് വളരെ സമയം കുറവായിരുന്നു. സോ പെട്ടെന്ന് റെഡിയാക്കുന്ന സാമ്പാറാണ്. അതുകൊണ്ട് പരിപ്പിട്ടു, അതിൻ്റെ മേലിലേക്ക് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഇട്ടു, പിന്നെ മസാലാസ് എല്ലാം ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് പുളി എടുത്ത് വെള്ളത്തിൽ ഇട്ട് തൊട്ടപ്പുറത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, എന്നാലേ അതൊന്ന് കുതിർന്ന് വരത്തുള്ളൂ. ആ സമയത്ത് നമുക്ക് മസാലാസായ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, അതോടൊപ്പം തന്നെ കുറച്ച് പുളി വെള്ളം അത് പിഴിഞ്ഞതും ചേർത്ത്, ഒരു പീസ് കായം ചേർത്തിട്ടുണ്ട്, ഉലുവ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ലാസ്റ്റ് വെള്ളവും ചേർത്തൊന്ന് ഇളക്കി നമുക്ക് കുക്കറിൽ വെച്ചൊരു 2-3 വിസിൽ കഴിയുമ്പോൾ പെർഫെക്റ്റായിട്ട് അത് വെന്ത് വരും. ആ ഒരു ടൈമിൽ ഞാൻ ഇഡ്ഡലിക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇഡ്ഡലി റെഡിയാണ്. ഇനി സാമ്പാറിലേക്ക് കടുക് താളിക്കണം. സാധാരണ എല്ലാവരും മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് കടുക് താളിക്കുക. ഒപ്പം തന്നെ കുറച്ച് ചെറിയുള്ളിയും വെണ്ടയ്ക്കയും കൂടെ ഒന്ന് വഴറ്റിയെടുത്ത് ചേർക്കാറുണ്ട്. എനിക്കതിനുള്ള സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേരെ കടുക് താളിച്ച് അല്ലെങ്കിൽ അല്പം മല്ലിച്ചപ്പും കൂടെ ചേർക്കാറുണ്ട്. ചിലർക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാവില്ല കേട്ടോ, എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചായ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഡിന്നർ ഇവിടെ റെഡിയാണ്. സാമ്പാറും ഇഡ്ഡലിയും നല്ല ചൂട് ചായയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മാത്രമല്ല ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.